സമർ മീഡിയ പ്രേക്ഷകർക്ക് സ്വാഗതം. മഹല്ലുകളുടെ നന്മ നേരങ്ങൾ തേടിയാണ് നിങ്ങൾ യാത്ര തുടങ്ങിയിരിക്കുന്നത്. ഇന്നെത്തിയിരിക്കുന്നത് കൊടിയത്തൂർ എന്ന പ്രദേശത്താണ്. കൊടിയത്തൂർ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരാറുള്ളത് സംഘടനാ ബാഹുല്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശം എന്നതാണ്. ആ അർത്ഥത്തിൽ തന്നെ മഹല്ലിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടുത്തെ ചില പുരാതനം എന്ന് പറഞ്ഞാൽ 5 നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ആ പള്ളി അങ്കണത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. കൊടിയത്തൂർ ജുമുഅത്ത് പള്ളി ലഭ്യമായ കണക്കനുസരിച്ച് 470 വർഷത്തെ പഴക്കമാണ്. ഇതിൽ കൂടുതൽ ഉണ്ടാവാനാണ് സാധ്യത. അൽഹംദുലില്ലാ ഇന്നും അതിൻ്റെ ഉത്ഭവകാലം മുതൽക്കതുപോലെ തന്നെ ആ പൗരാണികത സൂക്ഷിച്ചുകൊണ്ട് മഹല്ല് പരിധിയിലെ എല്ലാ വിഭാഗം ആളുകളെയും മുസ്ലിങ്ങൾ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സവിശേഷതയാണ്. അതുകൊണ്ട് തന്നെ കൊടിയത്തൂർ മഹല്ലിനെ പറ്റി പഠിക്കാൻ ഇതുപോലെ ചരിത്ര പുതുപികളും മീഡിയ പ്രവർത്തകരൊക്കെ വരാറുമുണ്ട്. ഈ മഹല്ലിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സംഘടനകൾ പൊതുവെ രൂപപ്പെടുന്നത് 920 ശേഷമാണ്. അതിനു മുമ്പേ നിലവിലുള്ള പള്ളി എന്ന കാരണത്താൽ തന്നെ ഒരു സംഘടനയുടെ കീഴിലല്ല. ഈ ഭൂപരിധിയിലുള്ള എല്ലാവരും നില മഹല്ലാംഗങ്ങളും ഇതിൻ്റെ അവകാശികളുമാണ് എന്ന അർത്ഥത്തിലാണ്. മറ്റൊന്ന്, പൊന്നാനി മഖ്ദൂം കുടുംബത്തിൽ നിന്നാണ് പണ്ട് കാലം മുതലേ ഇവിടേക്ക് ഖാദിമാർ പണ്ഡിതന്മാർ വന്നുകൊണ്ടിരുന്നത്. ഇന്നും ആ പരമ്പരയിൽ, അതായത് പൊന്നാനി എന്ന മുസ്ലിയാരകത്ത് കുടുംബ പരമ്പരയിൽ പെട്ട ആളായിരുന്നു എൻ്റെ പിതാവ്, നേരത്തെ ഖാദി അബ്ദുൽ അസീസ് മൗലവി. ആ കീഴ്വക്കം തുടരാൻ അൽഹംദുലില്ലാ 37 വർഷമായി എനിക്കും അള്ളാഹു തൗഫീഖ് നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇത്രയും സംഘടനാ ബാഹുല്യമുള്ള ഒരു പ്രദേശത്ത് ഇവരെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവിടുത്തെ മഹല്ല് പ്രവർത്തനങ്ങൾ ഒരുമിപ്പിക്കുന്നത് എന്ന ചോദ്യമാണ് ആദ്യമായി വന്നത്. അത്ഭുതത്തോട് ചോദിക്കാറുണ്ട് പലരും. നമ്മൾ പറയും നമ്മളെ ഇഖ്ലാസ്, മനഃശുദ്ധി, നമുക്കൊരു കക്ഷിത്വമില്ലാത്തതുകൊണ്ട് അള്ളാഹിൻ്റെ തൗഫീഖ് കിട്ടുന്നതുകൊണ്ട്, അല്ലെങ്കിൽ എന്നോ തട്ടിപ്പിരിഞ്ഞ് പോകും. ഞങ്ങൾ ഓരോ ചെറിയ പെരുന്നാളിനും ജനറൽ കൂടും. മഹല്ലിന് ആർക്കും എന്താ അഭിപ്രായം പറയാം. പക്ഷെ അത് നമ്മൾ ശരിയായിരിക്കുമ്പോൾ അതൊക്കെ കെട്ടടങ്ങാണ് ചെയ്യാറുള്ളത്. ഭരണഘടനാനുസൃതമായിട്ട് 3 വർഷത്തിലൊരിക്കൽ അംഗങ്ങളെ തിരഞ്ഞെടുക്കും. അതിലൊന്നും വലിയ പ്രതിസന്ധി ഉണ്ടാവാറില്ല. ഏറ്റവും അവസാനം നടന്ന ഞങ്ങൾ കുറച്ച് യുവാക്കളെ ഇതിൽ ഉൾപ്പെടുത്തി. അവരാണ് നമ്മളെ കൂടെ ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ളത്. നിലവിലുള്ള ഭാരവാഹികളൊക്കെ പ്രായാധിക്യം കൊണ്ടും പ്രയാസം, ബഹുമാനപ്പെട്ട പ്രസിഡന്റ് MC അബ്ദുൽ സലാം സാഹിബൊക്കെ വളരെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതും ശാരീരിക അവസ്ഥകളും ഇപ്പോഴത്തെ കോവിഡ് പരിസരം കൊണ്ട് ഇന്നിവിടെ എത്തിയിട്ടില്ല. ഏതായാലും അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി ഈ വ്യതിരിക്തത ഞങ്ങൾ പുലർത്തുന്നു. മറ്റൊരു പ്രത്യേകത, നമ്മുടെ ഫിത്ർ സക്കാത്ത് റിലീഫ് വിതരണങ്ങളിൽ അമുസ്ലിം വീടുകളെ പരിഗണിക്കാറുണ്ട്. ഫിത്ർ സക്കാത്തിൽ ഈ വർഷവും അത് പരിഗണിച്ച് 21 വീടുകളാണുള്ളത്. അതിലെ സാമ്പത്തിക പിന്നോക്കമുള്ള എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ രോഗമായാൽ, ഉദാഹരണം ഞങ്ങളെ ജീവനക്കാരൻ കൂടിയാണ് ഞങ്ങളെ പ്രിയപ്പെട്ട നീലാണ്ടൻ, കബർ കുത്തുന്ന പണിക്കാരനാണ്. അദ്ദേഹം രോഗമായപ്പോൾ പള്ളിയിൽ വെള്ളിയാഴ്ച പരസ്യപ്പെടുത്തി ഇവിടുന്ന് പിരിവെടുത്ത് അദ്ദേഹത്തെ കൊണ്ടുകൊടുത്തു. അതിലൊന്നും ആർക്കും ഒരു വിയോജിപ്പുള്ള സംഗതിയില്ല. അപ്പോൾ മഹല്ല് പരിധിയിലെ മനുഷ്യർ, മതം നോക്കാതെ മനുഷ്യർ അംഗങ്ങളാണ്. അവരെ ഭൗതികവും ആത്മീയമായ രക്ഷയ്ക്ക് മഹല്ല് നേതൃത്വം നൽകുന്നു. ഇതിനെല്ലാവരും പിന്തുണക്കുന്നു. വ്യത്യസ്ത ആശയമുള്ള ആളുകളൊക്കെ അത് പുറത്തു വെച്ച് കൊടിയത്തൂർ ജുമുഅത്ത് പള്ളി ഒറ്റക്കെട്ട് എന്നാൽ കൊണ്ടുപോകാൻ കഴിയും. ഇത് അല്ലാഹുവിന്റെ തൗഫീഖാണ്, നമ്മുടെ യോഗ്യതയല്ല, പൂർവികരുടെ നന്മ. കൗതുകകരമായി തോന്നുന്നൊരു സംഗതി, ഇത്രയും സംഘടനകൾ ഉള്ള ഒരു പ്രദേശത്ത് നിങ്ങൾ ഏത് രീതിയിലാണ് ഖുത്ബയൊക്കെ മലയാളത്തിലേക്ക് മാറ്റിയത്? നേരത്തെ നിങ്ങൾ പറഞ്ഞു 920 ശേഷമാണ് സംഘടനകൾ വന്നത്. അപ്പോൾ 920 മുമ്പൊക്കെ അറബിയിൽ ഖുത്ബ നടത്തിക്കൊണ്ടിരുന്ന പ്രദേശത്തേക്ക് നിങ്ങൾ പെട്ടെന്ന് അത് മലയാളത്തിലേക്ക് മാറ്റിയപ്പോഴേ എങ്ങനെയാണ് പൊതുജനങ്ങൾ, പ്രത്യേകിച്ചും വ്യത്യസ്ത സംഘടനയിൽപ്പെട്ട ആളുകൾ അതിനോട് പ്രതികരിച്ചത്? ഞാൻ പറഞ്ഞല്ലോ, സംഘടനകൾക്ക് മുമ്പുള്ള നിലവിലുള്ള സംഘടന കൊണ്ട് ജുമുഅ ഖുത്ബ വളരെ കാര്യക്ഷമമായി ശ്രദ്ധിക്കുന്നൊരു സംഗതിയാണ്. അതിലെ റുക്നുകൾ എന്ന് പറയുന്ന ഭാഗം, ഹംദ്, സലാത്ത്, വസിയത്തും ബിത്തഖ്വ, ദുആ എന്ന കാര്യം ഒഴിച്ചു നിർത്തി ആ വസിയത്ത് ജനങ്ങൾക്ക് നൽകുന്ന ഉപദേശം ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നടത്തുന്ന ഒരു പള്ളിയാണ്. അപ്പോൾ ചോദിക്കും, മലയാളത്തിൽ കുത്തുപള്ള പള്ളിയൊന്നുമല്ലേ? അതെ, മലയാളത്തിൽ കുത്തുപള്ള സുന്നി പള്ളി എന്ന് പലരും പറയാറുണ്ട്. ഞങ്ങൾ സുന്നി പള്ളിയെ പറയാറില്ല, മുസ്ലിം പള്ളി എന്ന് പറയാറുള്ളൂ. അത് അൽഹംദുലില്ലാ ഞാൻ ഈ സ്ഥാനം ഏറ്റെടുക്കുന്നതിൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽക്ക് അങ്ങനെ തുടർന്ന് വന്നിട്ടുള്ളത്. കൊടിയത്തൂർ ജുമുഅത്ത് പള്ളിയുടെ ബ്രാഞ്ചുകളായി പിന്നീട് വന്ന പള്ളികളാണ് പരിസരത്തെ പല പള്ളികളും. നെല്ലിക്കാറും പള്ളിയൊക്കെ എൻ്റെ ഉപ്പൊക്കെ നേതൃത്വം കൊടുത്തുണ്ടാക്കിയതാണ്. ഈ പരിസരം മുഴുവൻ പള്ളികളിലും അക്കാലത്ത് ഒന്നുകിൽ അറബി നബാത്തി ഖുത്ബയുടെ തർജ്ജമ വായിക്കുകയോ അല്ലെങ്കിൽ വളരെ ഹ്രസ്വമായ മലയാളം അക്കാലത്തുണ്ട്. പിന്നെ അത് വിവാഹശേഷം ഇല്ലാതാവുകയാണ് ചെയ്തത്. അല്ലാതെ നമ്മൾ മലയാളം തുടങ്ങുകയല്ല ചെയ്തത്. പ്രദേശഭാഗം മലയാളത്തിലുള്ള രീതി പല ഭാഗം സംഘടന കെട്ടിക്കൊടുക്കുള്ളൂ വന്നപ്പോൾ ഇല്ലാതായി പോവുകയാണ് ചെയ്തത്. എൻ്റെ പിതാവ് ആ വിഷയത്തിൽ സമസ്ത മുശാവറ അംഗമായിരുന്നു. അദ്ദേഹം ശക്തമായി വാദിച്ചിരുന്നു, ഖുത്ബ അള്ളാഹു ഉദ്ദേശിച്ചത് ജനങ്ങൾക്ക് ദീനിയായ നവോത്ഥാനം തഖ്വ നൽകാൻ, അതൊക്കെ മനസ്സിലാവണം. ആ വിഷയത്തിൽ പുസ്തകങ്ങൾ എഴുതി, പ്രസംഗങ്ങൾ നടത്തി.
അതുമായി സമസ്ത വിയോജിക്കുകയും അത് പാടില്ല എന്ന വീഞ്ചന്ത പ്രമേയം വരികയും ചെയ്ത ശേഷം ആ മുഷാവറയിൽ നിന്ന് പിതാവ് ഇറങ്ങിപ്പോരാണ്ടായിരുന്നു. ഞാൻ ഉദ്ദേശിക്കുന്നത് ഖുത്ബ ജനങ്ങളിൽ എത്തിക്കുന്നതിൻ്റെ ഗുണം ഇന്ന് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സംഘടനകൾക്ക് അതീതമായി ഖുർആനും ഹദീസിനെയും ഭരണഘടന ആയിക്കൊണ്ട് പോകുന്ന ഒരു രീതിയോട് അതുകൊണ്ടാണ് അവർക്ക് സഹകരിക്കാൻ കഴിയുന്നത്. കേരളത്തിൽ അറിയപ്പെടുന്ന പല സംഘടനകളിലെ പ്രവർത്തകരും കൊടിയത്തൂർ നിവാസികളുണ്ട്, മഹല്ലുവാസികളുണ്ട്. അതൊന്നും ഈ സൗഹാർദ്ദത്തിന് വിഘാതമാകുന്നില്ല പ്രത്യേകതയാണ്. അള്ളാഹുവിൻ്റെ പള്ളിയിൽ എന്തൊന്ന് ഉദ്ദേശിക്കുന്നു അത് സാധ്യമാത്ര നിർവഹിക്കുന്ന പള്ളിയാണ്. എന്നാൽ ഒരു പുതിയ മോഡലല്ല. ഞങ്ങൾ പലപ്പോഴും പറയും ഞങ്ങളുടെ പള്ളി മക്ക മദീന ഹറമുകളെ പോലെയാണെന്നല്ല. കുനൂത്തുണ്ട്, ഇരുപക്കാർ തറാവിസ്കരിക്കുന്നുണ്ട്, ജുമാക്കേഷൻ ചെറിയ പ്രാർത്ഥന ഉണ്ട്. അതിലൊന്നും നമ്മൾ വാശി പിടിക്കാറില്ല. അതൊന്നും ആരും തർക്കിക്കാനും വരാറില്ല. അതുകൊണ്ട് അതിൻ്റെ ഗുണം അൽഹംദുലില്ലാ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് ഞങ്ങൾ പറയാൻ പ്രത്യേകത. പണ്ട് കാലത്തൊക്കെ നമുക്കറിയാം ഫിത്ർ സക്കാത്തിന് വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങനെ വീടുകൾ കയറി ഇറങ്ങും, പാതിരാവിലെ ഇങ്ങനെ കയറി ഇറങ്ങാറുണ്ട്. അതൊക്കെ നേരത്തെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മാറ്റിയെന്നുള്ളതാണ് കൊടിയത്തൂർ മഹല്ലിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇപ്പോൾ പല മഹല്ലുകളും സന്ദർശിക്കുന്ന സമയത്ത് അവരൊക്കെ തന്നെയും 2-3 വർഷമായിട്ടുള്ളൂ. നിങ്ങൾക്ക് തന്നെ 10-20 വർഷം മുമ്പ് തന്നെ ഇത് തുടങ്ങിയെന്ന് പറയുമ്പോൾ അത് അത്ഭുതം തന്നെയാണ്. എങ്ങനെയാണ് ഇപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ ഉള്ളത്? ഫിത്ർ സക്കാത്ത് പൊതുയ്യത്തൊക്കെ തുടങ്ങിയിട്ട് 2 പതിറ്റാണ്ട് സംഘടിതമായിട്ട് കൊടിയത്തൂരിലെ എല്ലാ വിഭാഗങ്ങളും ഇതിന് വളരെ ആത്മാർത്ഥമായി സഹകരിക്കുന്നുണ്ട്. വളരെ ബേജാറോടുകൂടിയായിരിക്കും ഞങ്ങൾ തുടക്കമെങ്കിലും വളരെ അവസാനത്തിനൊക്കെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളെല്ലാ പരിപാടികളും വിജയിച്ചെടുക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ എല്ലാ വർഷങ്ങളും നടത്തുന്നത് പോലെ ഈ പ്രാവശ്യത്തെ ഫിത്ർ സക്കാത്ത് കൊടിയത്തൂരിൽ 560 കുടുംബങ്ങളുണ്ടെങ്കിലും 460 കുടുംബങ്ങൾക്ക് ഞങ്ങൾ അരിയും നെയ്ച്ചോറരിയും വിതരണം ചെയ്തിട്ടുണ്ട്. വളരെ ഞങ്ങൾക്ക് ഈ കോവിഡ് വളരെ ആശങ്കയിൽ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും പ്രശ്നമാകാതെ വളരെ ലളിതമായിട്ട് ഒരു പ്രശ്നവുമില്ലാതെ കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് നടത്താൻ കഴിഞ്ഞു. അതിന് സഹകരിച്ച വളരെ നല്ല യുവാക്കളും കൊടുത്തുള്ള എല്ലാവരും വളരെ സഹകരിച്ചിട്ടുണ്ട്. ഇത് ജാതിയോ മതമോ നോക്കാതെ മഹല്ലിലെ മുഴുവൻ കുടുംബങ്ങൾക്കും അരിയും നെയ്ച്ചോറരിയും കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കൊടിയത്തിൻ്റെ അത് ഒരു 30-ലേറെ ഉരുക്കളെ സംഘടിതമായിട്ട് ഇതുവരെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും വരുന്ന ഇതിലും നടത്താനുള്ള കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഭംഗിയായി നടത്തും. മഹല്ലിൻ്റെ മുഴുവൻ ജനങ്ങൾക്കും അതുപോലെ തന്നെ അതും ഞങ്ങൾ ജാതിയോ മതമോ നോക്കാതെ എല്ലാ വിഭാഗം ജനങ്ങൾക്ക് ആവശ്യത്തിനുള്ള മാംസം നൽകുന്നുണ്ട്. കൂടാതെ പുറത്തുള്ള ആൾക്കാർക്കും വളരെ ഭംഗിയായി മഹല്ലിന് പുറത്തുള്ള മഹല്ലുകളിലും ബാക്കി വരുന്ന ഗുരുക്കളെ മറ്റു മഹല്ലുകളിലേക്കും വിതരണം ചെയ്യുന്നുണ്ട്. അത് മാത്രവുമല്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾക്ക് ഇവിടെ കുറേ അന്യസംസ്ഥാന തൊഴിലാളികൾ കുറേ ഉണ്ടായിരുന്നു. 500-600 തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം അത്ര വേറെ ഇല്ല, 130 ആൾക്കാരേ ഉള്ളൂ. അവർക്ക് നല്ല വില പിടിച്ച അരി, അവരുപയോഗിക്കുന്ന പൊന്നി അരിയാണ് ഏറ്റവും വില പിടിച്ച അരി തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭംഗിയായി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞു. നിങ്ങൾ നേരത്തെ പറഞ്ഞതിൽ ഫിത്ർ സക്കാത്ത് അതേപോലെ ഉലഹിയത്തൊക്കെ തന്നെയും മഹല്ലിലുള്ള മുസ്ലിങ്ങൾക്ക് മാത്രമല്ല അന്യമതസ്ഥരിൽപ്പെട്ട ആളുകളും മഹല്ലിൽ താമസിക്കുന്ന എല്ലാവരെയും ഒരു ഏകകമായി കണ്ട് എല്ലാവർക്കും ഒരുമിച്ച് കൊടുക്കുകയാണ്. എന്നാൽ അതേപോലെ തന്നെ ഇപ്പം പുതുതായി എന്ന് പറഞ്ഞാൽ സക്കാത്ത് നമസ്കാരം പോലെ പ്രധാനമാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ അത് ആളുകൾ സ്വന്തമായി നൽകാറുണ്ട്. എന്നാൽ ഇപ്പോഴാണ് അതിനൊരു സംഘടിത രൂപം വന്നത്. വ്യത്യസ്ത മതസംഘടനകളൊക്കെ തന്നെയും അത് മഹല്ലടിസ്ഥാനത്തിൽ ചെയ്തു വരുന്ന ഒരു രീതിയുണ്ട്. നിങ്ങളുടെ കൊടിയത്തൂർ മഹല്ല് അത് ഏതർത്ഥത്തിലാണ് ചെയ്തു പോരുന്നത്? ഫിത്ർ സക്കാത്ത് സംവിധാനം തുടങ്ങിയ 8 വർഷം തന്നെ സക്കാത്ത് സംവിധാനവും വളരെ കാര്യക്ഷമമായി സംയുക്തമായി ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. മഹല്ല് കമ്മിറ്റി സംഘടിത സക്കാത്തിനെ പറ്റി ജനങ്ങളെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഗുണവശങ്ങൾ മനസ്സിലാക്കി തന്നെയാണ് ഇത്തരം സംവിധാനം ഇവിടെ ആരംഭിച്ചത്. ഓരോ വർഷവും
വലിയ സംഖ്യ സക്കാത്തിനത്തിൽ മഹലിൽ പിരിഞ്ഞു കിട്ടാറുണ്ട്. അതിൽ നല്ലൊരു വിഹിതം ആ റമദാൻ മാസത്തിൽ തന്നെ അതിൻ്റെ അർഹരായ അംഗങ്ങൾക്ക്, കുടുംബങ്ങൾക്ക് വിതരണം ചെയ്യുകയും ബാക്കി വരുന്ന സംഖ്യ മഹലിലെ അർഹരായ കുടുംബങ്ങൾക്ക് ചികിത്സയായി, അതുപോലെ വീട് നിർമ്മാണം, മറ്റ് അഗതി സംരക്ഷണം ഇനത്തിൽ ആ വർഷം തന്നെ ചെലവഴിക്കുകയാണ് സാധാരണ പതിവ്. ഈ വർഷം ഈ റമദാനിൽ ഏകദേശം 120 വ്യക്തികളിൽ നിന്ന് 10 ലക്ഷത്തോളം രൂപ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് ഏതാണ്ട് 5,90,000 രൂപ മഹലിലെയും മഹലിൻ്റെ പുറത്തുള്ള അർഹരായ വ്യക്തികൾക്കും വിതരണം ചെയ്യുകയും ബാക്കിയുള്ള ഏതാണ്ട് 4 ലക്ഷത്തോളം രൂപ നീക്കിയിരിപ്പായി ഈ വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് മഹല്ല് കമ്മിറ്റിയുടെ കീഴിലുണ്ട്. ഏതായാലും വളരെ കാര്യക്ഷമമായിട്ട് തന്നെയാണ് സക്കാത്ത് സംവിധാനം ഈ മഹല്ലിൽ നടക്കുന്നത്. ഏറ്റവും അതിൻ്റെ അർഹരായ വ്യക്തികൾക്ക് തന്നെയാണ്, സക്കാത്തിൻ്റെ അവകാശികൾക്ക് തന്നെയാണ് ഇത്തരം സംവിധാനങ്ങൾ നടത്തുന്നത്. ഒരുപാട് സംഗതികൾ മഹല്ലിൽ ചെയ്യുന്നുണ്ട്. വ്യത്യസ്ത രീതിയിലുള്ള സബ് കമ്മിറ്റികൾ വരെ നിങ്ങളുടെ മഹല്ലിൻ്റെ സംവിധാനത്തിലുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും ഇതിന് ഇത്രയും വിപുലമായ സംഗതികൾ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സാമ്പത്തികമായിട്ടുള്ള ഒരു ഫണ്ട് അത്യാവശ്യമാണ്. ഇതിൻ്റെ സാമ്പത്തിക സ്രോതസ് എങ്ങനെയാണ്? നിങ്ങൾ എങ്ങനെയാണ് ഈ സമ്പത്ത് സ്വരൂപിക്കുന്നത്? കൊടിയത്തൂർ മഹല്ലിനെ പറ്റി സംസാരിക്കുമ്പോൾ അത് ഇത്രയും കാലത്തെ ഈ സുദീർഘമായ അതിൻ്റെ പ്രയാണത്തിൽ അതിൻ്റെ സാമ്പത്തിക സ്രോതസ് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അന്ന് പൗരാണികമായിട്ടുള്ള മസ്ജിദ് എന്നുള്ള അർത്ഥത്തിൽ അന്ന് ഈ പള്ളിക്ക് അല്ലെങ്കിൽ ഈ മഹല്ലിനെ സംവിധാനം ചെയ്ത ആളുകൾ തന്നെ അക്കാലത്ത് ധാരാളം സ്വത്തുക്കൾ, ഭൂമി, നിലങ്ങളായിട്ടും പാടശേഖരങ്ങളായിട്ടും ഒക്കെ വഖഫ് ചെയ്യുകയുണ്ടായിട്ടുണ്ട്. അതിൽ നിന്നുള്ള വരുമാനം അക്കാലത്ത് ഒരുപക്ഷെ പള്ളിയിലെ ദിനേന എന്നോണം നടക്കുന്ന കർമ്മങ്ങൾക്കുള്ള അതിൻ്റെ കൂലിയായിട്ടും, അതേപോലെ വെളിച്ചം കത്തിക്കാനും പള്ളിയിൽ സ്ഥിരമായിട്ട് ഖുർആൻ ഓദിക്കാനുള്ള രീതിയിലൊക്കെ വഖഫ് ചെയ്ത സ്വത്തുക്കളായിരുന്നു. ഈ സ്വത്തുക്കളിൽ നിന്ന് ലഭിച്ച പ്രധാനമായും തേങ്ങ, അടക്ക, നെല്ല് മുതലായിട്ടുള്ള കാർഷിക വിഭവങ്ങളിൽ നിന്നായിരുന്നു പള്ളിയുടെ വരുമാനം ഉണ്ടായിരുന്നത്. പിൽക്കാലത്ത് ഈ കാർഷിക വൃത്തിയൊക്കെ വളരെ സൂക്ഷിച്ചു പോവുകയും അതിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞു വരികയും ചെയ്യുകയും നമ്മുടെ പള്ളിയുടെ ചെലവ് വർദ്ധിക്കുകയും ചെയ്ത ഒരവസരത്തിൽ നമ്മുടെ പ്രധാനമായ ഒരു സാമ്പത്തിക സ്രോതസ് ഇപ്പോൾ വാർഷിക വരിസംഖ്യ എന്നുള്ള അർത്ഥത്തിൽ ലഭിക്കുന്ന തുകയാണ്. അത് ഓരോ വീട്ടിൽ നിന്നും നിശ്ചിതമായ ഒരു തുക കളക്ട് ചെയ്തുകൊണ്ട് എല്ലാ വീടുകളിലും, മഹലിൽ വരുന്ന എല്ലാ വീടുകളിൽ നിന്നും നിശ്ചിത തുക കളക്ട് ചെയ്ത് ഉണ്ടാകുന്ന ആ സംഖ്യ ഒരു വർഷത്തേക്കുള്ള നമ്മുടെ സാമ്പത്തിക വരുമാനത്തിന്റെ പ്രധാന ഘടകമാണ്. അതോടൊപ്പം ഈ കൃഷിഭൂമികളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് പഴയ കൃഷികളൊക്കെ ഒഴിവാക്കി റബ്ബറും അതേപോലെ പുതിയ തെങ്ങുകളും കവുങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചുകൊണ്ടുള്ള ശ്രമങ്ങളും നമ്മൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില ഭൂമികളൊക്കെ റോഡ് സൈഡിലൊക്കെ ഉള്ളത് കാലത്തേക്ക് പാട്ടത്തിന് കൊടുത്തുകൊണ്ട് നമ്മളവിടെ ചെറിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അതേപോലെ വ്യാവസായിക സംരംഭങ്ങൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ കിട്ടുന്ന വരുമാനം ഒക്കെയാണ് ഇപ്പോൾ ഈ വലിയ ചെലവേറിയ ഒരു സമയത്ത് നമ്മുടെ ഈ പള്ളിയുടെ വരുമാന മാർഗമായി നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. അതേപോലെ ഈ നാട്ടിലെ ഈ മഹല്ലിനെ സ്നേഹിക്കുന്ന ധാരാളം ആളുകൾ ഈ വരിസംഖ്യക്ക് പുറമെ നൽകുന്ന സംഭാവനകളും ഈ പള്ളിയുടെ കാര്യക്ഷമമായ പ്രവർത്തനത്തെ വളരെയധികം സഹായിക്കുന്നുണ്ട്. മഹല്ല് നിവാസികളായ പ്രവാസികൾ, പ്രത്യേകിച്ച് ഖത്തറിലുള്ള നമ്മുടെ സഹോദരങ്ങൾ ദുബായ്, സൗദിയിലൊക്കെ നന്നായി ഇതിന് നമ്മൾ സഹകരിക്കുകയും ചെയ്യുന്നുണ്ട്. വ്യത്യസ്ത മഹല്ലുകൾ അവരൊരുപാട് സ്ഥാപനങ്ങൾ നടത്താറുണ്ട്. അത് ആശുപത്രികളാവാം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാവാം. കൊടിയത്തൂർ മഹല്ലിൻ്റെ കീഴിൽ ഏതൊക്കെ സ്ഥാപനങ്ങളാണുള്ളത്? ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം കൊണ്ട് ഈ പള്ളി കേന്ദ്രമാക്കിയിട്ടുള്ള ദർസ് നനച്ചു പോവുകയും അപ്പോൾ അതിൻ്റെ ഒരു പുനഃസ്ഥാപനം എന്ന നിലക്ക് ദീനി ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ഖുർആൻ മനഃപ്പാഠമാക്കാനും അതിൻ്റെ പാരായണ രീതിയും ഒക്കെ ഉൾക്കൊണ്ട് അതിന് പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മുടെ മഹല്ല് 2011 മർക്കസ് താലിബുൽ ഖുർആൻ എന്ന സ്ഥാപനം ഈ പള്ളിയിൽ തന്നെ സ്ഥാപിച്ചു. അത് ഇന്നും 6 ബാച്ചുകൾ കഴിഞ്ഞു.
ഇന്നും അതിൽ ആ രീതിയിൽ പോകുന്നുകൊണ്ടിരിക്കുന്നു. ഈ കോവിഡ് കാലഘട്ടത്തിൽ പ്രത്യേക സാഹചര്യത്തിൽ കുറച്ച് കാലം അതിനൊരു ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ മഹലിൻ്റെ കീഴിലായിരുന്നു 1911 ചാലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി സ്ഥാപിച്ച സിറാജുൽ ഇസ്ലാം മദ്രസ. ആ സിറാജുൽ ഇസ്ലാം മദ്രസയ്ക്ക് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്. അത് കെട്ടിടം പുതുക്കി പണിയുന്ന വേളയിലാണ്. അപ്പം മഹല്ല് കമ്മിറ്റിയുടെ പൂർണ്ണമായിട്ട് മഹല്ല് കമ്മിറ്റിക്ക് കീഴിലുള്ള ഈ സിറാജുൽ ഇസ്ലാം മദ്രസ അതിൻ്റെ പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മർക്കസ് തലീമുൽ ഖുർആനും അതിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ലയിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ കേട്ടൊരു സംഗതിയാണ്, എത്രത്തോളം ശരിയുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ പള്ളി ഉള്ളത് ഒരു ഒഴിഞ്ഞ ഭാഗത്താണത്. ഒരുപക്ഷെ പണ്ട് കാലത്ത് അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവും. എന്നാൽ ഇപ്പം നിങ്ങളുടെ കൊടിയത്തൂരിൻ്റെ സ്ഥിരാകേന്ദ്രം അല്ലെങ്കിൽ അതിൻ്റെ അങ്ങാടി എന്ന് പറയുന്നത് കോട്ടമൽ എന്ന് പറയുന്ന പ്രദേശമാണ്. ആ പ്രദേശത്ത് നിങ്ങളുടെ ഈ മഹല്ല് പള്ളിയുടെ കീഴിൽ ഒരു ഉപപള്ളി എന്നുള്ള രീതിയിൽ, അങ്ങനെ ഒരു മഹല്ലിൽ അങ്ങനെ ഉണ്ടാവാറില്ല, ഒരൊറ്റ പള്ളി ഉണ്ടാവാറുള്ളൂ. പക്ഷെ അതേ പ്രദേശത്ത് തന്നെ നമസ്കരിക്കാൻ ആളുകൾ കൂടുന്ന സ്ഥലത്തേക്ക് നമസ്കാരപ്പള്ളി എന്നുള്ള രീതിയിൽ ഒരു പള്ളി വേണമെന്നുള്ള ചിന്തയിൽ ഒരു ഉപപള്ളി സ്ഥാപിച്ചെന്ന് അറിയുന്നുണ്ട്. അതെന്താണ് സംഭവം? കൊടിയത്തൂർ മഹല്ല് പള്ളി സ്ഥിതി ചെയ്യുന്നത് നേരത്തെ പറഞ്ഞത് നിങ്ങൾ ചോദിച്ചതുപോലെ ഈ ഇരുവഴിപ്പുഴയുടെ തീരത്ത്. ഒരുപക്ഷെ അക്കാലത്ത് ഈ താമസങ്ങളൊക്കെ പുഴയുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ടായിരിക്കാം പള്ളി ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. പക്ഷെ പിൽക്കാലത്ത് കൊടിയത്തൂരിന്റെ സ്ഥിരാകേന്ദ്രം കോട്ടമൽ എന്ന പ്രദേശത്തേക്ക് മാറിയപ്പോൾ അവിടുത്തെ കച്ചവടക്കാർക്കും അതേപോലെ വഴിയാത്രക്കാർക്കും ഒക്കെ നമസ്കരിക്കാൻ ഏറ്റവും എളുപ്പത്തിൽ കഴിയുന്ന രീതിയിൽ ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 100 വർഷത്തിന് മുമ്പ് തന്നെ ഒരു നമസ്കാര പള്ളി കൊടിയത്തൂർ അങ്ങാടിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഒരു പ്രായം ചെന്ന അന്നത്തെ ഒരു ദീനീ താല്പര്യമായ ഒരു സ്ത്രീയാണ് ആ സ്ഥലം വഖഫ് ചെയ്തത്. ആ മീൻപറ്റ പാത്തുമ്മ എന്ന് പറയുന്ന ആളാണ് ആ ഭൂമി വഖഫ് ചെയ്തത്. ആ സ്ഥലത്താണ് ആ പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. ഇക്കാലം അത്രയും അതിൽ യാതൊരു വിവേചനമില്ലാതെ ഈ മഹല്ല് പള്ളി സംവിധാനിക്കുന്നത് പോലെ തന്നെ ഒരു യാതൊരു കക്ഷിഭേദമില്ലാതെ എല്ലാവരും ഒരുമിച്ച് അതിൽ നമസ്കരിക്കുകയും മറ്റ് ആരാധനാ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയും അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സൗകര്യാർത്ഥം അതിൻ്റെ ദൈനംദിന കാര്യങ്ങൾ നോക്കി നിർവഹിക്കാൻ വേണ്ടി ഒരു സബ് കമ്മിറ്റി അവിടെ ഫോം ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ മുഴുവനായിട്ടും ആ മഹല്ല് പള്ളിയുടെ കീഴിൽ തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പള്ളി അടുത്ത് പല ഘട്ടങ്ങളിൽ പുനർനിർമ്മാണം കഴിഞ്ഞ് നടന്നിട്ടുണ്ടെങ്കിലും കാര്യമായ പുനർനിർമ്മാണം നടന്ന ഒരു 12 വർഷം മുമ്പ് പൊളിച്ചു. 2007 പൊളിച്ചു. 2008 പുനർനിർമ്മാണം ആരംഭിച്ചു. 2015 കൂടിയാണ് പൂർത്തിയാകുന്നത്. അതിൻ്റെ പ്രത്യേകത ആ പഴമ അതിൻ്റെ ആകൃതിയോട് നിലനിർത്തിക്കൊണ്ട് തന്നെ ആധുനിക രൂപത്തിൽ നിർമ്മിച്ചു. 1,10,00,000 രൂപ ഞങ്ങൾക്ക് ഈ ചെലവ് വന്നു. അതിന് മുഴുവനും മഹല്ല് നിവാസികൾ എടുക്കുന്നു. സാധാരണ പള്ളി പുനർനിർമ്മിപ്പോൾ നമ്മൾ ആദ്യം അപേക്ഷ ഉണ്ടാക്കി അറബികളെ പണമല്ല, മഹല്ല് നിവാസികൾ ഓരോ കുടുംബങ്ങളും വീതം തന്നു. മഹല്ല് നിവാസികളായ പ്രവാസികളും നന്നായി സഹായിച്ചു. ഒരു 10 ലക്ഷത്തിലധികം മൂല്യമുള്ള തേക്ക് പള്ളിയുടെ പറമ്പിൽ നിന്ന് മുറിച്ചെടുത്തതാണ്, പണമായി വേണ്ടി വന്നിട്ടില്ല. ഏകദേശം ഇതിൻ്റെ കെട്ടുമട്ടും നിലനിർത്തിക്കൊണ്ടുള്ള പുനർനിർമ്മാണമാണ് നടത്തിയത്. വാതില്ല പഴയ എഴുത്തുകളൊക്കെ മുമ്പുള്ളത് അധിക രൂപത്തിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അതേ മിമ്പറെണ്ണം എക്സ്പാൻഷൻ നടത്തിയിട്ടുണ്ട്. അതിലും മഹല്ല് നിവാസികൾ വളരെ നന്നായി സഹകരിച്ചു. അറബികളുടെ പണം കാത്തിരിക്കാതെ ഞങ്ങൾ കൊണ്ടുപോയി എന്നുള്ളതാണ്. ഞങ്ങളെ പള്ളി പുനർനിർമ്മിച്ച് ഉദ്ഘാടനം കഴിഞ്ഞ് 2015 2010 പണി പൂർത്തിയാക്കി നിസ്കാരം ആരംഭിച്ചു. ഔപചാരിക നിർമ്മിച്ചതിന് ഉദ്ഘാടനം 2015 ബഹുമാനപ്പെട്ട കോഴിക്കോട് കാളി ജമലി തങ്ങൾ ആണ് നേതൃത്വം നൽകിയ രസനമസ്കാരത്തോട്. അന്നൊരു മഹല്ലിൻ്റെ ഒരു ആഘോഷം തന്നെയായിരുന്നു. ഭക്ഷണമൊക്കെ കൊടുത്തു, എല്ലാവരും പങ്കെടുത്തു. ഞങ്ങൾ ആ പാരമ്പര്യത്തിൽ അങ്ങനെ വരുന്നൊരു പള്ളിയാണ് അൽഹംദുലില്ലാഹ്.